ഹലോ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ മാരേജിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? എപ്പോഴാണ് ഒരു വ്യക്തി മാരേജ് എന്ന ഡിസിഷനിലേക്ക് എത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ് ലാക്ക് ഓഫ് റെസ്പെക്ട്. അതായത് നമ്മൾ എന്ന വ്യക്തിയെ ബഹുമാനിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം. അതെങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? പല വ്യക്തികളും ടോക്സിക് റിലേഷൻഷിപ്പിൽ അകപ്പെട്ടിട്ട് അവര് റെസ്പെക്ട് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിൽ ഇൽട്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ലാക്ക് ഓഫ് റെസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് തിങ്, നമ്മളെ ഫ്രീക്വന്റ്ലി ക്രിട്ടിസൈസ് ചെയ്യുക. അതായത് നമ്മളുടെ പാർട്ട്ണർ എപ്പോഴും നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കളിയാക്കുക, അല്ലെങ്കിൽ അവളങ്ങനെയൊക്കെ തന്നെയാണ്, അവൾ അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് എടുക്കേണ്ട ഒരു ലക്ഷണമാണ്. അടുത്തത് ബീലിറ്റിലിംഗ്, അതായത് നിങ്ങളെ കൊച്ചാക്കി കാണിക്കുക. നിങ്ങൾ എത്ര അച്ചീവ്മെന്റ് ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ നല്ല നല്ല ഇൻട്രസ്റ്റുകളും കഴിവുകളും അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും നിങ്ങളെ ഒരു കൊച്ചാക്കിയിട്ടുള്ള സംസാരം, അത് കണ്ടാലും മതി, ഓ നീ വലിയ പാട്ടുകാരി വന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള രീതിയിലാണ് സംസാരിക്കുക. അത് നിങ്ങൾ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് എടുക്കണം. അടുത്തത് ഡിസ്റിഗാർഡിങ് യുവർ ഒപ്പീനിയൻസ്, അതായത് പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അവരെ ഇടയിൽ കയറി സംസാരിക്കും. നീ ഒന്ന് വിട്ടേക്ക്, ഞാൻ പറയട്ടെ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സജഷൻസോ ഒപ്പീനിയൻസോ എടുക്കാത്ത രീതിയിലുള്ള സംസാര രീതികൾ. അടുത്തത് നിങ്ങളുടെ ഫീലിങ്സിനെ ഡിസ്മിസ് ചെയ്യുക. അതായത് നീ ഇത്ര സില്ലി ആയിട്ടൊന്നും പെരുമാറണം, നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യല്ലേ, നീ ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓ എന്റെ ആണോ പ്രശ്നം എന്ന് തോന്നും. ഇതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, അതായത് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറി വിളിക്കുക എന്നുള്ളത്. എന്നിട്ട് അവര് അത് റിസോൾവ് ചെയ്യുന്ന സമയത്ത് പറയും, അത് ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് വിളിച്ചതല്ലേ, എനിക്ക് ഇഷ്ടം കൂടിയത് കൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യം കൂടുന്നത്, നീ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും ദേഷ്യം വരുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറയും. അപ്പോ അതും ഒരിക്കലും വെൽക്കമിങ് ആയിട്ട് എടുക്കരുത്. അത് ഒരു റെഡ് ഫ്ലാഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ ബൗണ്ടറീസ് ഇഗ്നോർ ചെയ്യുന്നത്, അതും ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു പ്രൈവസി ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയണം. നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടൊക്കെ സംസാരിക്കുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടേ ചെയ്യാവൂ. നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ആള് തീരുമാനിക്കും. നീ എവിടേക്കെങ്കിലും പോകുന്നതിന്റെ മുന്നേ എന്നെ വിളിക്കണം, അവിടെ എത്തിയാ വിളിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ്, നിങ്ങൾക്ക് ഒരു പ്രൈവസി തരാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്നേഹമാണ് എന്ന് ചിന്തിച്ച് തെറ്റിദ്ധരിക്കരുത്. ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ് ഫോർ ടു ഐഡന്റിഫൈ എ ടോക്സിക് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പയറിങ് വിത്ത് അതേഴ്സ്. അതായത് ഈ വ്യക്തി, ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ എപ്പോഴും നമ്മളെ മറ്റു വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യും. നീ കണ്ടില്ലേ ആ കുട്ടിയൊക്കെ എത്ര നന്നായിട്ട് നടക്കുന്നത്, നീ ഇങ്ങനെ നടന്നോ, നീ ഒട്ടും അട്രാക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയും നമ്മൾക്ക് നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങൾ പറയുമ്പോൾ, എടാ നീ ഇങ്ങനെ എന്നോട് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർ പറയും, നിനക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ്, നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യുന്നത്, നീ വെറുതെ ഓവറായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇൻവാലിഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതും ഒരു റെഡ് ഫ്ലാഗ് ആണെന്ന് പല വ്യക്തികൾക്കും അറിയില്ല. അതായത് ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇത് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇന്ന് ഡിസ്കസ് ചെയ്ത് അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ അവർ ചെയ്യുന്നത് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു, കട്ട് ഓഫ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രവണതയാണ് കാണാറുള്ളത്. അപ്പോ അപ്പുറത്തെ സൈഡിലുള്ള വ്യക്തിക്ക് ഒരു അബാൻഡൻ ഫീലിംഗ് ആണ് തോന്നുക. അപ്പോ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഞാനാണോ തെറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോ നിങ്ങൾ നല്ല റിലേഷൻഷിപ്സിൽ അകപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്രയും റെഡ് ഫ്ലാഗ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ ടോക്സിക് ആണോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്.
തുടർന്നുള്ള എപ്പിസോഡ്സിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക്